വെൽക്കം ടു ഇന്ത്യൻ സ്പേസ് അക്കാഡമി. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ നാൾവഴികൾ എന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയ കുറേ ബ്രിട്ടീഷ് നിയമങ്ങളുണ്ടായിരുന്നു എന്നല്ലേ. ആ ബ്രിട്ടീഷ് നിയമങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് ഹെഡിങ് അല്ലെങ്കിൽ രണ്ട് തലക്കെട്ടുകളുടെ കീഴിലായിരുന്നു നിർവചിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് തലക്കെട്ടുകൾ? കമ്പനി റൂളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്രൗൺ റൂളും ഉണ്ടായിരുന്നു. അഥവാ കമ്പനി നിയമവും ഉണ്ടായിരുന്നു, ക്രൗൺ നിയമവും ഉണ്ടായിരുന്നു. കമ്പനി നിയമത്തിന് ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയായിരുന്നു കമ്പനി റൂൾ ഉണ്ടായിരുന്നത്? 1773 തൊട്ട് 1858 വരെ അല്ലേ. 1773 തൊട്ട് 1858 വരെയായിരുന്നു കമ്പനി റൂൾ ഉണ്ടായിരുന്നത്. ഈ 1858 അടുത്തത് വരാൻ കാരണം എന്താണ്? ക്രൗൺ നേരിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിന്ന് എന്ത് ചെയ്യാണ്? ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഏറ്റെടുക്കാനായിട്ടുള്ള റീസൺ 1857 ഇന്ത്യൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ 1857 റിവോൾട്ടായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. അപ്പോൾ കമ്പനി റൂൾ എന്ന് പറയുന്നത് 1773 തൊട്ട് 1858 വരെ ആയിരുന്നു. ക്രൗൺ റൂൾ അല്ലെങ്കിൽ ക്രൗൺ നിയമം ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ ആയിരുന്നു? 1858 തൊട്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നവരെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ക്രൗൺ റൂളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കമ്പനി റൂളിന് കീഴിൽ നമ്മൾ പഠിച്ച ആക്റ്റുകളൊക്കെ ഓർമ്മയുണ്ടോ? ഏതൊക്കെ ആക്റ്റുകളായിരുന്നു എന്ന് ഓർത്ത് നോക്കിയേ. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, പിന്നെ അമെൻഡിങ് ആക്ട് ഓഫ് 1781, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784, അമെൻഡിങ് ആക്ട് ഓഫ് 1786. പിന്നെ എത്രയാണ്? ഒരു 4 ചാർട്ടർ ആക്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ. ചാർട്ടർ ആക്ട് ഓഫ് 1793, ചാർട്ടർ ആക്ട് ഓഫ് 1813, ചാർട്ടർ ആക്ട് ഓഫ് 1833 ആൻഡ് ലാസ്റ്റ് ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൗൺ റൂൾ ആണല്ലേ. ക്രൗൺ റൂളിൽ ഏകദേശം ഒരു 5 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കവർ ചെയ്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892, പിന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ആൻഡ് ഫൈനലി നമ്മൾ കവർ ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. അതിനുശേഷം സൈമൺ കമ്മീഷനെ പറ്റിയും കമ്മ്യൂണൽ അവാർഡ്സിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്റ്റാണ്. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ആക്ടിനുള്ളത്. ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935. UPSCക്കാണെങ്കിലും PSCക്കാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ഒരു ആക്റ്റാണ് ഇത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ഒരു ലക്ഷ്മികാന്തിലുള്ള കണ്ടൻറ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരള PSCക്ക് ഒരുപാട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫാക്ട്സ് നമുക്ക് ഈ ഒരു ആക്റ്റിൽ നിന്ന് കിട്ടും. ആ ഫാക്ട്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടിരുന്നോണം. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം ഏതായിരുന്നു എന്നറിയോ? ബ്രിട്ടീഷുകാരുടെ പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ നിയമം ആരെങ്കിലും ചോദിച്ചാൽ എന്താ ആൻസർ പറയും? ഒന്നും ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഒന്നും ഓർക്കാനുള്ള. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് എന്തൊക്കെയായിരുന്നു എന്നറിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആധാരമായ കാര്യങ്ങളൊക്കെ. ഒന്നാമത്തത് എന്താണ്? സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടായിരുന്നു. സൈമൺ കമ്മീഷൻ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിലെ വീഡിയോ ഒന്നും കൂടി എടുത്ത് കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സൈമൺ കമ്മീഷൻ എന്താണെന്നും സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ എന്താണെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായിട്ടുള്ള ഒന്നാമത്തത് എന്താണ്? സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടായിരുന്നു. രണ്ടാമതിന് കാരണമായിട്ടുള്ളത് വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങളാണ്. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ നടത്തിയ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ വട്ടമേശ സമ്മേളനങ്ങളിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? 3-ാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം, അതായത് 1933 ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് പ്രസിദ്ധീകരിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ച കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇത് മൂന്നുമാണ് ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് എന്തൊക്കെയാണ്? സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ട്, പിന്നെ വട്ടമേശ സമ്മേളനങ്ങളുടെ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ 3-ാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1933 ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ?
അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നത് ഏതായിരുന്നു അറിയോ? ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയുക 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? ഒരുപാട് നിയമങ്ങൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതിന് കാരണം നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോറോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സംശയം എന്താ? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ? ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ചോദിക്കാം, ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും വലിയ നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് എന്തൊക്കെയായിരുന്നു? സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടും വട്ടമേശ സമ്മേളനങ്ങളുടെ നിർദ്ദേശങ്ങൾ, മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1933 ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ. ക്ലിയർ ആണല്ലോ? ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാലും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണ്? അതും ഇത് തന്നെയാണ്. ഏത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും ഈ സെയിം ആക്ട് തന്നെയാണ്. ഇനി കുറച്ച് 3 ആൾക്കാരെ പറ്റിയും കൂടെ നമുക്ക് നോക്കാം. അവർ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? 3 വ്യക്തിത്വങ്ങളെ പറ്റി നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ശില്പി ആരായിരുന്നു എന്നറിയോ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 1935 ഗവൺമെൻറ് ആക്ടിൻ്റെ ശില്പി ആരായിരുന്നു? സാമുവൽ ഹോറാണ്. ആരാണ്? സാമുവൽ ഹോറാണ്. ആരാണ്? സാമുവൽ ഹോറായിരുന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ശില്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു എന്നറിയോ? വൈസ്രോയി അത് വെല്ലിംഗ്ടൺ പ്രഭു അല്ലെങ്കിൽ ലോർഡ് വെല്ലിംഗ്ടൺ ആണ്. ഓർത്തിരിക്കുക, വെല്ലിംഗ്ടൺ പ്രഭു അല്ലെങ്കിൽ ലോർഡ് വെല്ലിംഗ്ടൺ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കിയപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി. ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി എന്ന് പറഞ്ഞാൽ വെല്ലിംഗ്ടൺ പ്രഭു ആണ്. ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു എന്നറിയോ? അത് ആരാണ്? ലോർഡ് ലിൻലിത് ഗോ ആണ്. ലിത്ഗോ അല്ലെ ലിൻലിത് ഗോ എന്ന് പറയാം. ആരാണ്? ലോർഡ് ലിൻലിത് ഗോ. സ്പെല്ലിങ് ഞാൻ പറഞ്ഞുതരാം. ലോർഡ് ലിൻലിത് ഗോ, LINTH അതുപോലെ GOW, ലിൻലിത് ഗോ എന്ന് പറയും. ലിൻലിത് ഗോ ആയിരുന്നു നിന്ന് ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരള PSCക്ക് വേണ്ടി പറയാൻ ഞാൻ വെച്ചിരുന്ന ഫാക്ട്സ് എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന ഈ ആക്ട് ആണെന്ന് മറക്കാതിരിക്കുക. ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് സാമുവൽ ഹോർ ആയിരുന്നു. ഇത് പാസ്സാക്കിയപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ഇത് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയ് ലിൻലിത് ഗോ അല്ലെങ്കിൽ ലോർഡ് ലിൻലിത് ഗോ ആയിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിനി ഇന്ത്യൻ ഭരണഘടനയുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 എന്ന് പറയുന്ന ആക്ടിലേക്ക് കടക്കാം. അതിൽ ലക്ഷ്മികാന്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലൈൻ ബൈ ലൈൻ, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് നമ്മൾ പറയുന്നതായിരിക്കും. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് PDF-ലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഈ ആക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് കാരണം ഇൻഡിപെൻഡൻസിന് മുമ്പ് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് നമ്മൾ പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ മേജർ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 ആണ്. അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ് നമ്മൾ പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം ഏതാണ്? ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ക്ലിയർ ആണല്ലോ? ഇത് സെക്കൻഡ് മൈൽ സ്റ്റോൺ ടുവേർഡ്സ് എ കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ഗവൺമെൻറ് കിട്ടാനായിട്ട് റീസൺ ആയിട്ടുള്ള രണ്ടാമത്തെ മൈൽ സ്റ്റോൺ ആണ് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആക്ടിൽ ശ്രദ്ധിച്ചിരുന്നോണം 321 സെക്ഷനുകളാണുള്ളത്. 321 സെക്ഷൻസാണ് ഈ ഒരു ആക്ടിലുള്ളത്. എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്നറിയോ? 10 ഷെഡ്യൂളുകളുണ്ട്.
321 സെക്ഷനും 10 ഷെഡ്യൂൾസുമാണ് നമുക്ക് ഈ ഒരു ആക്റ്റിൽ ഉള്ളത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്ത്, ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. കാരണം 321 സെക്ഷനുകളും 10 ഷെഡ്യൂളുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതല്ലേ. സോ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഏതെന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട്. ഈ ഒരു ആക്ട് മെയിനായിട്ടും ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രൊപ്പോസ് ചെയ്തു. ഓൾ ഇന്ത്യ ഫെഡറേഷൻ പ്രൊപ്പോസ് ചെയ്ത് ഓൾ ഇന്ത്യ ഫെഡറേഷൻ വേണം എന്ന് പറഞ്ഞ ഒരു ആക്റ്റാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. ഈ ഒരു ഫെഡറേഷനിൽ ആരൊക്കെയാണ് ഉള്ളത്? ബ്രിട്ടീഷ് പ്രോവിൻസുകളും പ്രിൻസ്ലി സ്റ്റേറ്റ്സുമാണ് യൂണിറ്റ്സ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ട് എന്താ പ്രൊപ്പോസ് ചെയ്തത്? ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ വേണം. ആ ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷനിൽ ബ്രിട്ടീഷ് പ്രോവിൻസസും ഉണ്ടാവണം, അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റുകളും അതിൻ്റെ യൂണിറ്റായിട്ട് ഉണ്ടാവണം. ക്ലിയർ ആണല്ലോ? പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. പല പ്രിൻസ്ലി സ്റ്റേറ്റുകളും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. അതുകൊണ്ട് ആ ഒരു ഫെഡറേഷൻ വരികയും ചെയ്തില്ല. ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പം അന്നത്തെ മൈസൂർ, ഹൈദരാബാദ് അതൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ബ്രിട്ടീഷ് പ്രോവിൻസുകൾ ഏതൊക്കെയായിരുന്നു അന്നത്തെ? മദ്രാസ്, ബോംബെ, ബംഗാളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ആക്ട് പറഞ്ഞു ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ നമുക്ക് വേണമെന്ന് പറഞ്ഞു. അതിൽ ബ്രിട്ടീഷ് പ്രോവിൻസുകളും പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളും വേണമെന്ന് പറഞ്ഞു. പക്ഷേ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്താണ് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യാനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ടൊരു ഫെഡറേഷൻ ഒന്നും കൊണ്ടുവരാൻ നമുക്ക് പറ്റിയില്ല. ഇനി ഈ കേന്ദ്രത്തിൻ്റെയും അല്ലെങ്കിൽ പ്രവിശ്യകളുടെയും അധികാരം നിർവചിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ കുറച്ച് വിഭാഗങ്ങളുണ്ട്. അല്ലെങ്കിൽ പവേഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സെൻറ്ററിനും പ്രോവിൻസിനും ഇടയ്ക്കാണ്. അത് ഏതൊക്കെ വിഭാഗങ്ങളിലായിട്ടാണെന്നറിയോ? ഏതൊക്കെ വിഭാഗങ്ങളിലായിട്ടാണ്? അല്ലെങ്കിൽ സെൻറ്ററും പ്രോവിൻസും തമ്മിലുള്ള പവർ ഡിവൈഡ് ചെയ്യുന്നത് 3 ലിസ്റ്റുകളിലായിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ലിസ്റ്റ് ആരെ കൺട്രോൾ ചെയ്യുന്നുള്ള രീതിയിലാണ്. ഒന്നാമത്തത് ഫെഡറൽ ലിസ്റ്റാണ്. അതായത് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണുള്ളത്? ഫെഡറൽ ലിസ്റ്റാണുള്ളത്. പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താ ഉള്ളത്? പ്രൊവിൻഷ്യൽ ലിസ്റ്റാണുള്ളത്. കേന്ദ്രത്തിൻ്റെയും പ്രവിശ്യകളുടെയും ഭരണങ്ങളുടെ പൊതുവായ വിശദാംശങ്ങൾ അടങ്ങി എന്താ ഉള്ളത്? കൺകറൻറ്റ് ലിസ്റ്റാണുള്ളത്. നമുക്ക് 3 ലിസ്റ്റുകളുണ്ട്. ഫെഡറൽ ലിസ്റ്റ് ഉണ്ട്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? സെൻട്രലിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സെൻട്രലിൻ്റെ സബ്ജക്ട്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെ സബ്ജക്ട്സ് എന്താണെന്നും കൺകറൻറ്റ് ലിസ്റ്റിൽ സെൻട്രലിൻ്റെയും പ്രോവിൻസുകളുടെയും സബ്ജക്ട്സ് എന്താണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ പറയുന്ന ഫെഡറൽ ലിസ്റ്റിൽ ഏകദേശം 59 സബ്ജക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. 59ഓളം സബ്ജക്ട്സുകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഈ പ്രതിരോധം, അതായത് ഡിഫൻസ്, അതുപോലെ ഫോറിൻ അഫെയർസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫെഡറൽ ലിസ്റ്റിലാണ് വരുന്നത്. അങ്ങനെ ഏകദേശം 59ഓളം സബ്ജക്ട്സുകൾ ഉണ്ടായിരുന്നു. പിന്നെന്താണ്? പ്രൊവിൻഷ്യൽ ലിസ്റ്റ്. അതിൽ ഏകദേശം 54ഓളം സബ്ജക്റ്റുകളാണുള്ളത്. പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ 54ഓളം സബ്ജക്ട്സുകളുണ്ട്. ഈ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കൃഷി, അഗ്രികൾച്ചറും എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഏതിലാണ് വരുന്നത്? പ്രൊവിൻഷ്യൽ ലിസ്റ്റിലാണ് വരുന്നത്. നമ്മുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമൊക്കെ പ്രൊവിൻസുകളുടെ കീഴിലുള്ള സബ്ജക്റ്റാണ്. അത് സെൻട്രലിൻ്റെ കീഴിലുള്ള സബ്ജക്റ്റ് അല്ലായിരുന്നു. പിന്നെ എന്താ? കൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ ഏകദേശം 36ഓളം ഷെയർഡ് സബ്ജക്ട്സ്. ഷെയർഡ് എന്ന് പറയാൻ കാരണം അവിടെ സെൻട്രും പ്രോവിൻസും ഒരുമിച്ചാണ് അവർ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഷെയർഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഏകദേശം 36ഓളം സബ്ജക്ട്സ് ഉണ്ട്. കൺകറൻറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് ഒരു കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സാധനമാണ്, മാരേജ്. അതുപോലെ ക്രിമിനൽ ലോ എന്ന് പറയുന്നതും കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്, ക്രിമിനൽ ലോ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ? ഓൾ ഇന്ത്യ ഫെഡറേഷൻ വേണമെന്ന് പ്രൊപ്പോസ് ചെയ്ത ആക്ട് ഇതാണ്. ബ്രിട്ടീഷ് പ്രോവിൻസുകളും പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രിൻസ്ലി സ്റ്റേറ്റ് ജോയിൻ ചെയ്യാനായിട്ട് തയ്യാറായില്ല. പിന്നെ പവേഴ്സ് സെൻട്രലിൻ്റെയും പ്രോവിൻസിൻ്റെ ഇടയിൽ 3 ലിസ്റ്റുകളിലൂടെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഫെഡറൽ ലിസ്റ്റും പ്രൊവിൻഷ്യൽ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും. ഫെഡറൽ ലിസ്റ്റ് സെൻട്രലിൻ്റെ സബ്ജക്റ്റുകളും പ്രൊവിൻഷ്യൽ ലിസ്റ്റ് പ്രോവിൻസുകളുടെ സബ്ജക്റ്റുകളും കൺകറൻറ്റ് ലിസ്റ്റ് 2 പേർക്കും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സബ്ജക്ട്സും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് റെസിജ്വറി പവേഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് റെസിജ്വറി പവേഴ്സ്? അതായത് ഈ നമ്മളിപ്പോൾ നേരത്തെ കുറച്ച് ലിസ്റ്റുകൾ കണ്ടില്ലേ, ഈ ലിസ്റ്റുകളിലുള്ള ഇപ്പം ഈ ഒരു കാര്യങ്ങളിലൊന്നും മെൻഷൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 59ലോ 54ലോ 36ലോ ഒന്നും മെൻഷൻ ചെയ്യാത്ത കുറച്ച് സബ്ജക്ട്സുകൾ ഉണ്ടാവുമല്ലോ. അത് ആരുടെ കയ്യിലേക്കായിരിക്കും പോകുന്നത്? ഗവർണർ ജനറലിൻ്റെ കയ്യിലേക്കായിരിക്കും. ഈ 3 ലിസ്റ്റുകളിലും ഇല്ലാത്തതാണ് റെസിജ്വറി പവേഴ്സ് എന്ന് പറയുന്നത്.
അതായത് ആ 3 ലിസ്റ്റുകളിലും ഇല്ലാത്ത കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? ഗവർണർ ജനറലിൻ്റെ കൈകളിലായിരിക്കും ആ 3 ലിസ്റ്റുകളുടെയും കാര്യങ്ങൾ വരുന്നത്. അതിനാണ് നമ്മൾ റെസിജ്വറി പവേഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിനർത്ഥം ഇപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ട്, അല്ലെ ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് അതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ല, അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഒരു കൺട്രോൾ ഉണ്ട് എന്ന് നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു റെസിജ്വറി പവേഴ്സിൻ്റെ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് പറയുന്നത് ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. അതിന് കാരണം നമ്മൾ നേരത്തെയും പറഞ്ഞു, എന്താ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ജോയിൻ ചെയ്യാനായിട്ട് തയ്യാറാവാഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാഞ്ഞത്, ഈ ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യാഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഡയാർക്കി എന്ന് പറയുന്ന സംഭവം, ഡയാർക്കി അല്ലെങ്കിൽ ദ്വിതല ഭരണം. ഓക്കെ, അപ്പം ഈ ഒരു നിയമം, അതായത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 എന്താ ചെയ്യുന്നത്? പ്രവിശ്യകളിലെ പ്രോവിൻസുകളിലെ ദ്വിതല ഭരണം അവസാനിപ്പിച്ച് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. അതായത് എന്താണ് ചെയ്യുന്നത് ഈ ഒരു നിയമം? ദ്വിതല ഭരണം അവസാനിപ്പിക്കുകയാണ്. പ്രവിശ്യകൾക്ക് എന്നിട്ട് അല്ലെങ്കിൽ പ്രോവിൻസുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകുന്നു. അതായത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവരുന്നു. അതായത് ഇതിന് മുൻപ് ചില കാര്യങ്ങൾ, ചില സബ്ജക്ട്സ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആണ് കൺട്രോൾ ചെയ്തിരുന്നത്, അതുപോലെ ചില ഇന്ത്യൻ മന്ത്രിമാരുമായിരുന്നു. ഇപ്പോൾ എന്താണ്, പ്രൊവിൻസുകൾക്ക് മുഴുവനായിട്ടുള്ള സ്വയംഭരണ അധികാരമുണ്ട്. അവരുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കാനുള്ള ഫുൾ അധികാരം ഇപ്പോൾ ആർക്കുണ്ട്? പ്രൊവിൻസുകൾക്ക് ഉണ്ട്. അതാണ് എഴുതിയേക്കുന്നത്. പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവരുന്നത് ഈ ഒരു ആക്ടിലൂടെ ആണ്. ഇനി എന്താണ് എഴുതിയേക്കുന്നത്? ഗവർണേഴ്സ് എന്ത് ചെയ്യണം? ഗവർണേഴ്സ് ആരുടെ അഡ്വൈസ്, ആരുടെ ഉപദേശപ്രകാരമായിരിക്കണം ആക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്? ഈ പ്രൊവിൻഷ്യൽ അസംബ്ലിയിലുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് പ്രവിശ്യകളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുള്ള മന്ത്രിമാരുടെ ഒരു അഡ്വൈസ് അനുസരിച്ചായിരിക്കണം ഗവർണേഴ്സ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അത് ഇപ്പോഴത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ടോ? നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രസിഡൻറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ചാണല്ലേ. അതുപോലെ ആ ഒരു സംഭവം, ആ സെയിം സാധനമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഗവർണേഴ്സ് എന്തെങ്കിലും കാര്യങ്ങളിൽ ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരുടെ അഡ്വൈസ് അനുസരിച്ചായിരിക്കണം? അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ചായിരിക്കണം ഗവർണേഴ്സ് എന്ത് ചെയ്യേണ്ടത്? ആക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താ പറയുന്നത്? പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, പ്രവിശ്യകൾക്ക് സ്വയംഭരണ അധികാരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും ഗവർണേഴ്സിന് എന്താണ്, ചില സ്പെഷ്യൽ ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. അതായത് ശരിക്കുള്ള സെൽഫ് ഗവേണൻസ് ലിമിറ്റ് ചെയ്യുന്ന രീതിയിൽ ചില സ്പെഷ്യൽ ഡിസ്ക്രിഷണറി പവേഴ്സ്, ചില അധികാരങ്ങൾ ആർക്കുണ്ട്? ഈ പറയുന്ന ഗവർണേഴ്സിന് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ക്ലിയർ ആണല്ലോ? അതായത് അവർക്ക് ചില സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. സോ റിയൽ സെൽഫ് റൂൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ശരിക്കും റിയലായിട്ട് നോക്കുവാണെങ്കിൽ സെൽഫ് റൂൾ ലിമിറ്റഡ് ആണ്. കാരണം ഈ ഗവർണേഴ്സിന് കുറച്ച് അധികാരങ്ങൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ആക്ട് എന്ത് ചെയ്തു എന്നറിയോ? സെൻട്രൽ ലെവലിൽ, അതായത് കേന്ദ്രത്തിൽ എന്താണ്, ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നിയമം പ്രവിശ്യകളിലെ ദ്വിതല ഭരണം അവസാനിപ്പിച്ചു, എന്നിട്ട് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതായത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് എന്ത് ചെയ്യാണ്? ഈ ഒരു ആക്ട് എന്ത് ചെയ്യാണ്? ഭരണസിരാ കേന്ദ്രത്തിൽ, അതായത് സെൻട്രൽ ലെവലിൽ ദ്വിതല ഭരണം ആരംഭിക്കാനായിട്ടുള്ള വ്യവസ്ഥ ചെയ്തു. അതായത് സെൻട്രൽ ലെവലിൽ ദ്വിതല ഭരണം അല്ലെങ്കിൽ ഡയാർക്കി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള വ്യവസ്ഥ ചെയ്ത നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ക്ലിയർ ആണല്ലോ? അതെങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്തതെന്ന് അറിയോ? അതായത് ഫെഡറൽ സബ്ജക്ട്സിനും, അതായത് ഫെഡറൽ സബ്ജക്ട്സ് ഇൻറ്റു റിസർവ് സബ്ജക്ട്സ് ആൻഡ് ട്രാൻസ്ഫർ സബ്ജക്ട്സ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇവരെന്താ ചെയ്യുന്നത്? ഈ പറയുന്ന സെൻട്രൽ ലെവലിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സബ്ജക്ട്സ് ആണ് ഫെഡറൽ സബ്ജക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫെഡറൽ സബ്ജക്ട്സിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, റിസർവ്ഡ് സബ്ജക്ട്സ് എന്നും അതുപോലെ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ റിസർവ്ഡ് സബ്ജക്ട്സ് ആരാ നോക്കുന്നതെന്നറിയോ? റിസർവ്ഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഗവർണർ ജനറലിൻ്റെ അണ്ടറിലുള്ളതാണ്. റിസർവ്ഡ് സബ്ജക്ട്സ് ഗവർണർ ജനറൽ ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന പ്രതിരോധം അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ആര് കൺട്രോൾ ചെയ്യും? ഈ പറയുന്ന ഗവർണർ ജനറൽ കൺട്രോൾ ചെയ്യും. അതിനെയാണ് നമ്മൾ റിസർവ്ഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്.
സെൻട്രൽ ഡയാർക്കി ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സെൻട്രൽ ഡയാർക്കി കൊണ്ടുവരാം, റിസർവ് സബ്ജക്ട്സ് എന്നും ട്രാൻസ്ഫർ സബ്ജക്ട്സ് എന്നും കൊണ്ടുവരാം എന്നൊക്കെ പേപ്പറിൽ എഴുതിയേക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നോക്കിയാലോ. അതായത് നമ്മൾ ഈ ഒരു ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ട് ഒരു സെക്കൻഡ് മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇന്ത്യയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് മൈൽ സ്റ്റോൺ എന്ന് നമുക്ക് ഇതിനെപ്പറ്റി പറയാം. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറ്റി പറയാം. ഈ ഒരു ആക്ടിൽ ഏകദേശം 321 സെക്ഷനുകളും 10 ഷെഡ്യൂളുകളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പറഞ്ഞത്? ഈ ഒരു ആക്ട് ഓൾ ഇന്ത്യ ഫെഡറേഷൻ വേണം എന്നുള്ളൊരു കാര്യം പ്രൊപ്പോസ് ചെയ്തു. ഇത് കൊണ്ടുവന്നു എന്നല്ല, പ്രൊപ്പോസ് ചെയ്തു. അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ബ്രിട്ടീഷ് പ്രോവിൻസുകളും ഉണ്ടാകും, പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളും ഉണ്ടാവും. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പിന്നീട് ഇതിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാകാഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്ന സംഭവം നിലവിൽ വന്നതൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന സെൻട്രലിനും പ്രോവിൻസുകളുടെ ഇടയിൽ 3 ലിസ്റ്റായിട്ട് പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഏതൊക്കെ ലിസ്റ്റായിരുന്നു? ഫെഡറൽ ലിസ്റ്റും പ്രൊവിൻഷ്യൽ ലിസ്റ്റും കൺകറൻ ലിസ്റ്റും. ഫെഡറൽ ലിസ്റ്റ് നോക്കുന്നത് സെൻറ്ററും, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് പ്രോവിൻസുകളും, കൺകറൻ ലിസ്റ്റ് ആരാണ്? ഇവർ രണ്ടുപേരും കൂടിയാണ്. ഫെഡറൽ ലിസ്റ്റിൽ ഏകദേശം 59ഓളം സബ്ജക്റ്റുകളുണ്ട്. പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ 54ഉം കൺകറൻ ലിസ്റ്റിൽ 36 സബ്ജക്ട്സുകളും ഉണ്ട്. ഇനി ഇതിലൊന്നും വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആരാ നോക്കുന്നത്? ഗവർണർ ജനറലാണ് നോക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ റെസിജ്വറി പവേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു റെസിജ്വറി പവേഴ്സ് ഗവർണർ ജനറലിന് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം? ഇപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ബ്രിട്ടീഷിന് ഇപ്പോഴും എക്സ്ട്രാ ഒരു പവർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല, കാരണം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് തയ്യാറായില്ല. അടുത്ത നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഈ ഒരു നിയമം പ്രവിശ്യകളിൽ അല്ലെ പ്രൊവിൻസുകളിൽ ദ്വിതല ഭരണം അവസാനിപ്പിക്കാനും ആ ഒരു പ്രൊവിൻസസിലെ പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരാനും കാരണമായി. ഒരു പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഈ ഒരു ആക്ട് കൊണ്ടുവരുവാണ്. എങ്ങനെ? ഡയാർക്കി അബോളിഷ് ചെയ്തു. പ്രൊവിൻഷ്യൽ ലെവലുള്ള ഡയാർക്കി അബോളിഷ് ചെയ്തു. ഗവർണേഴ്സ് എന്താണ്, ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം വേണം ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും റിയൽ ആയിട്ടുള്ള ഒരു സെൽഫ് ഗവേണൻസ് അവർക്ക് കിട്ടിയില്ല. അതിന് റീസൺ ഗവർണേഴ്സിന് കുറച്ച് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഡയാർക്കി സെൻട്രൽ ലെവലിൽ എന്ത് ചെയ്യാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പ്രൊവിൻഷ്യൽ ലെവലിൽ ഡയാർക്കി അവസാനിപ്പിക്കുന്നു, പക്ഷേ സെൻട്രൽ ലെവലിൽ അവരെന്ത് ചെയ്യാണ്? അതായത് കേന്ദ്രത്തിൽ ദ്വിതല ഭരണം ആരംഭിക്കാനായിട്ട് വ്യവസ്ഥ ചെയ്യുകയാണ്. എങ്ങനെ ആരംഭിക്കാൻ പറയുന്നത്? ഫെഡറൽ സബ്ജക്ട്സ് ആണ് സെൻട്രലിൻ്റെ കയ്യിലുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ റിസർവ് സബ്ജക്ട്സ് എന്നും ട്രാൻസ്ഫർ സബ്ജക്ട്സ് എന്നും ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. ഈ റിസർവ് സബ്ജക്ട്സ് ഗവർണർ ജനറലിൻ്റെ കീഴിലും ട്രാൻസ്ഫർ സബ്ജക്റ്റ് ഇന്ത്യൻ മിനിസ്റ്റേഴ്സിൻ്റെ കീഴിലുമാണ് ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഈ സെൻട്രൽ ഡയാർക്കി സിസ്റ്റം എഫക്റ്റിൽ വന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ഈ ഒരു ആക്ട് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ഈ ഒരു ആക്ട്? ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. 11 6 പ്രവിശ്യകളിലും ദ്വിസഭ സമ്പ്രദായം നിർദ്ദേശിക്കപ്പെടുകയാണ്. ക്ലിയർ ആണോ? ഏകദേശം 11 പ്രോവിൻസുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ 6 എണ്ണത്തിലും ഈ പറയുന്ന ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. 2 ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. ഏതൊക്കെയായിരുന്നു അത് 6 പ്രോവിൻസുകൾ? ബംഗാൾ, ഏത് നോക്കിയാലും ബംഗാൾ ഉണ്ട് കേട്ടോ. ബോംബെ, മദ്രാസ്, ബീഹാർ, അസം ആൻഡ് യുണൈറ്റഡ് പ്രോവിൻസസ്. ഇവിടേക്കാണ് ഈ 6 പ്രോവിൻസുകളിലാണ് എന്ത് കൊണ്ടുവരുന്നത്? ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൊണ്ടുവരുന്നത്. എവിടേക്കാണ്? ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, ആസാം, അതുപോലെ തന്നെ യുണൈറ്റഡ് പ്രോവിൻസുകളിൽ. ക്ലിയർ ആണോ? ഇനി ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ 2 ബൈക്യാമറലാണെന്ന് നമ്മൾ പറഞ്ഞു. 2 എണ്ണം ഉണ്ട്. ബൈ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്. അതേതൊക്കെയാണ്? അപ്പർ ഹൗസും അതുപോലെ തന്നെ ലോവർ ഹൗസും. ഇതിൽ അപ്പർ ഹൗസിനെ എന്താ വിളിക്കുന്നത്? അപ്പർ ഹൗസിനെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് വിളിക്കുന്നത്. അപ്പർ ഹൗസിനെ എന്താ വിളിക്കുന്നത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ അപ്പർ ഹൗസ് ഏതാണ്? ലോക്സഭയാണോ രാജ്യസഭയാണോ? ഇപ്പോഴത്തെ അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാണ്. അതുപോലെ തന്നെ ലോവർ ഹൗസ് നമ്മുടെ ഇപ്പോഴത്തെ ഏതാണ്? ലോക്സഭയാണ്. അപ്പർ ഹൗസ് രാജ്യസഭയും ലോവർ ഹൗസ് ലോക്സഭയാണ്. അതുപോലെ അന്നേരം ആ ടൈമിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 പറയുന്നത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പ്രവിശ്യകളിലെ ലെജിസ്ലേച്ചറിനെ അതിനകത്ത് ബൈക്യാമറൽ ലെജിസ്ലേച്ചറായിട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. 6 പ്രോവിൻസുകളിലാണ് അങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ബൈക്യാമറൽ ലെജിസ്ലേച്ചറിൽ അപ്പർ ഹൗസും ഉണ്ട് ലോവർ ഹൗസും ഉണ്ട്. അപ്പർ ഹൗസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. ലോവർ ഹൗസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ലെജിസ്ലേറ്റീവ്
അസംബ്ലിയാണ്. അപ്പർ എന്ന് പറയുമ്പോൾ കൗൺസിലും പോവും, ലോവർ എന്ന് പറയുമ്പോൾ അസംബ്ലിയും ആകും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇപ്പോഴും എന്താണല്ലോ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇപ്പോഴും കുറച്ച് പവേഴ്സ് ഉണ്ട്, കുറച്ച് അധികാരങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന ലെജിസ്ലേച്ചർ കൊണ്ടുവരുന്ന തീരുമാനങ്ങളെ ഓവർ റൂൾ ചെയ്യാൻ, അതായത് അതിനെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇപ്പോഴും ഉണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എന്തുണ്ട്? അതോറിറ്റി ടു റെസ്ട്രിക്റ്റ് ഓർ ഓവർ റൂൾ ലെജിസ്ലേറ്റീവ് ഡിസിഷൻസ് ത്രൂ വീറ്റോ പവേഴ്സ്. വീറ്റോ പവേഴ്സിലൂടെ ലെജിസ്ലേറ്റീവ് ഡിസിഷൻസ് ഓവർ റൂൾ ചെയ്യാൻ. വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ കൊടുക്കുന്ന പവറാണത്. അതൊക്കെ എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോളിറ്റിയിൽ പഠിക്കുന്നതായിരിക്കും, ഇന്ത്യൻ പോളിറ്റിയിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീറ്റോ പവറിലൂടെ ലെജിസ്ലേറ്റീവ് ഡിസിഷൻസിനെ ഓവർ റൂൾ ചെയ്യാൻ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഇപ്പോഴും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഉണ്ട്. അപ്പോൾ അതായത് അവർക്ക് ഇഷ്ടമല്ലാത്ത നിയമങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീറ്റോ ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ പറ്റും. സോ സെൽഫ് റൂൾ എന്ന് പറയുന്ന സാധനം, സ്വയംഭരണം എന്ന് പറയുന്ന സാധനം ലിമിറ്റഡ് ആണ്. ഈവൻ ദോ പ്രൊവിൻസുകൾക്ക് സ്വയംഭരണാധികാരം കിട്ടിയെങ്കിൽ പോലും അതെന്താണ്? ലിമിറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു റിസർവ്ഡ് സീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? സീറ്റ്സ് വെയർ റിസർവ്ഡ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസ്സസ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് പോലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താണ്? സീറ്റുകൾ റിസർവ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ ചരിത്രത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ പറയുന്ന ഡിപ്രസ്ഡ് ക്ലാസ്സുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീറ്റ് റിസർവ് ചെയ്ത് കൊടുക്കുന്നത്. ചരിത്രത്തിൽ തന്നെ അത് ആദ്യമായിട്ടാണ്. അതായത് ലെജിസ്ലേച്ചറിൽ അവരുടെ റിപ്രസെൻറ്റേഷൻ ഫസ്റ്റ് ടൈം ഉറപ്പുവരുത്തുന്നത് ഏതാണ്? ഈ ഒരു നിയമത്തിലൂടെ കൊണ്ടുവന്ന ഡിപ്രസ്ഡ് ക്ലാസ്സിന് റിസർവേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ക്ലിയർ? ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചില സ്പെഷ്യൽ റിപ്രസെൻറ്റേഷൻ, ഡിപ്രസ്ഡ് ക്ലാസ്സുകൾക്ക് റിപ്രസെൻറ്റേഷൻ കൊടുത്ത പോലെ ചില സ്പെഷ്യൽ റിപ്രസെൻറ്റേഷൻ നമ്മൾ ആർക്കൊക്കെ കൊടുക്കുവാണ്? വിമൻ, ലേബറേഴ്സ്, ആംഗ്ലോ ഇന്ത്യൻസ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, അതുപോലെ ചില മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അതായത് വിമണിന് നമ്മൾ കൊടുക്കുന്നുണ്ട്, ലേബറേഴ്സിനും, ആംഗ്ലോ ഇന്ത്യൻസ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ചില മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അതെന്തിനു വേണ്ടി അങ്ങനെ ചെയ്തത്? കാരണം എല്ലാവർക്കും ലെജിസ്ലേച്ചറിൽ ഒരു വോയിസ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അപ്പർ കാസ്റ്റോ അല്ലെങ്കിൽ മെജോറിറ്റി കമ്മ്യൂണിറ്റിക്ക് മാത്രമാണോ ആ ഒരു വോയിസ് ഉള്ളത്? അല്ല, എല്ലാവർക്കും ആ ഒരു വോയിസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിപ്രസ്ഡ് ക്ലാസ്സുകൾക്കും ഈ പറയുന്ന വിമണിനും, ലേബറേഴ്സിനും, ആംഗ്ലോ ഇന്ത്യൻസിനും, ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്കും, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും ഒക്കെ എന്ത് ചെയ്യുന്നത്? റിപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു ആക്ട് കൗൺസിൽ ഓഫ് ഇന്ത്യനെ എന്ത് ചെയ്യാണ്? അബോളിഷ് ചെയ്യാണ്. അതായത് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ വിച്ച് ഹാഡ് ബീൻ അഡ്വൈസിങ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യനെ 1858 തൊട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 1858 തൊട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയെ ഉപദേശിച്ചുകൊണ്ടിരുന്ന അല്ലെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൗൺസിലാണ് കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലേ. അതിനെ എന്ത് ചെയ്യാണ്? ഈ ഒരു ആക്ട് അബോളിഷ് ചെയ്യാണ്. അപ്പോൾ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ കൗൺസിൽ ഓഫ് ഇന്ത്യനെ അബോളിഷ് ചെയ്ത ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ക്ലിയർ ആണല്ലോ? അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1850 പ്രഖ്യാപിതമായിട്ടുള്ള കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രയോഗം അതെന്ത് ചെയ്യാണ്? അസാധുവാക്കി. സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഒരു ഉപദേശക സമിതി ഉണ്ടായിരിക്കണമെന്ന് ഈ നിയമം എന്ത് ചെയ്യാണ്? നിർദ്ദേശിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അതായത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വാസ് പ്രൊവൈഡഡ് വിത്ത് എ ടീം ഓഫ് അഡ്വൈസേഴ്സ് വിത്ത് ലിമിറ്റഡ് ഫങ്ഷൻസ്. അതായത് കുറച്ച് ഫങ്ഷൻസ് മാത്രമുള്ള ഒരു ടീം ഓഫ് അഡ്വൈസേഴ്സിനെ കൊണ്ടുവരുവാണ്. ആരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊണ്ടുവരുവാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? പക്ഷെ ഇവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ പറയുന്ന നമ്മൾ ലിമിറ്റഡ് ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ ഇവർക്കെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഇവരെ കൊണ്ടുവന്നു പക്ഷേ ലിമിറ്റഡ് ഫങ്ഷൻസേ ഉള്ളൂ. അതായത് ബ്രിട്ടീഷിന് ഇപ്പോഴും എന്താണ്? ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള കൺട്രോളുണ്ട്. പക്ഷേ എന്താണ്? ഓട്ടോണമിക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടീം ഓഫ് അഡ്വൈസേഴ്സിനെ കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റെപ്പായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഇനി ഈ ഒരു ആക്ട് എന്ത് ചെയ്യാണ്? റൈറ്റ് ടു വോട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. വോട്ട് ചെയ്യാനുള്ള അധികാരം ഈ ഒരു ആക്ട് എന്ത് ചെയ്യാണ്? എക്സ്പാൻഡ് ചെയ്യാണ് ഉണ്ടായത്. അതായത് ഏകദേശം 14% ഇന്ത്യൻസിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 14% ഇന്ത്യൻസിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ വെറുതെ ആ 14% വെറുതെ റാൻഡമായിട്ട് നമ്മൾ എടുക്കുന്നതല്ല. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ചില എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? അവരുടെ പ്രോപ്പർട്ടി, ടാക്സേഷൻ, എഡ്യൂക്കേഷൻ. ഇത് മൂന്നുമാണ്. അവർക്ക് സ്ഥലമുണ്ടോ, അവർ നികുതി അടയ്ക്കുന്നുണ്ടോ, അവരുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ളൊരു അധികാരം കിട്ടും. 14% ഇന്ത്യൻസിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും?
വോട്ടവകാശം ലഭിച്ചു. ഏകദേശം ആകെ ജനസംഖ്യയുടെ 14% ആൾക്കാർക്ക് വോട്ടവകാശം ലഭിക്കുന്നത് ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. അതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയും ടാക്സേഷനും എഡ്യൂക്കേഷനുമാണ്. ഓക്കെ, പക്ഷേ സ്റ്റിൽ ലിമിറ്റഡ് ആണ്. കാരണം എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി അറിയാം അല്ലേ, RBIനെ പറ്റി അറിയാം. ഈ RBI എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് അറിയോ? RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ രൂപീകരണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണം എന്നാ ഉണ്ടായെന്നറിയോ? 1935. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമായിട്ടുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തിനു വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നത്? ഈ പറയുന്ന നമ്മുടെ കറൻസിയെയും ക്രെഡിറ്റിനെയും, അതായത് നമ്മുടെ പൈസ കാര്യങ്ങളും മണി കാര്യങ്ങളൊക്കെ ആണല്ലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കുന്നത്. അപ്പോൾ കറൻസി, ക്രെഡിറ്റ് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്ത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഭരണത്തിന് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു മേജർ സ്റ്റെപ്പായിരുന്നു ഏതെന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ജോബുകളിലേക്ക്, അതായത് നമുക്ക് ഇപ്പോൾ ഒരുപാട് ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ലെവലുള്ള ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെൻറ് ജോബുകളിലേക്ക് നമ്മളൊരു ഫെയർ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നല്ല ഏറ്റവും മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫെയർ റിക്രൂട്ട്മെൻറ്റ് ഗവൺമെൻറ് ജോബിലേക്ക് കൊണ്ടുവരണമല്ലോ. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? പബ്ലിക് സർവീസ് കമ്മീഷൻസ് വേണം. അപ്പോൾ ഒരു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ ഒരു ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇതെന്തെയാണ് ഈ ഒരു ആക്ടിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ലെവലിലുള്ളതാണ്. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സെൻട്രൽ ലെവലാണ്. പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോൾ ഏത് ലെവലായിരിക്കും? എന്താ സംശയം? പ്രൊവിൻഷ്യൽ ലെവൽ തന്നെ ആയിരിക്കും. ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോഴോ അത് സെൻട്രലിനും പ്രൊവിൻസുകൾക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതായത് ഇപ്പോഴത്തെ ഒരു മോഡേൺ സിവിൽ സർവീസ് റിക്രൂട്ട്മെൻ്റ് ഇല്ലേ ഇപ്പോഴത്തെ ഇന്ത്യയിലെ, അതിൻ്റെ ഒരു എന്താ പറയുക തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ആ ഒരു ആക്ട് വന്നതോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, അല്ലെങ്കിൽ ഇവയുടെയൊക്കെ രൂപീകരണത്തിന് നിർദ്ദേശം നൽകിയത് ഏത് ആക്റ്റാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. അടുത്തത് എന്താ ചെയ്തത്? ഈ ഒരു ആക്ട് എന്താ ചെയ്തത്? ഇന്ത്യയെ, അതായത് ബർമ എന്ന് പറഞ്ഞാൽ ഏതാണ്? മ്യാൻമറാണ്. മ്യാൻമറിനെ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? സെപ്പറേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേർതിരിച്ചു. അപ്പോൾ ബർമയെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി വേർതിരിച്ചത് ഏത് വർഷമാണെന്നറിയോ? അത് വേർതിരിച്ചത് 1937. ഓക്കെ, 1937 ബർമയെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായിട്ട് വേർതിരിച്ചത്. ബർമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏതാണ്? മ്യാൻമറാണ്. ഓക്കെ, അതിനർത്ഥം ഇൻഡിപെൻഡൻ്റ്, അതായത് അവരുടെ ഭരണത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റിക്സ്, രാഷ്ട്രീയമാണെങ്കിലും മൊത്തത്തിൽ എന്താണ്, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുവാണ്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ബർമേനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അത്? സോറി. ഓക്കെ, ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഒറീസ അതുപോലെ സിന്ധ്, ഒറീസയും സിന്ധും ക്രിയേറ്റ് ചെയ്തു. പുതിയ രണ്ട് പ്രോവിൻസസ് ആയിട്ട് ഒറീസയെയും സിന്ധിനെയും എന്ത് ചെയ്യാണ്? ക്രിയേറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടി അങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്നറിയോ? എന്തിനു വേണ്ടിയായിരിക്കും? അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഭരണം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം കുഞ്ഞു പ്രോവിൻസുകളാവുമ്പോൾ എന്താണ്, അതിനെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? നമ്മളിപ്പോൾ വലിയൊരു സാധനത്തിനെ മാനേജ് ചെയ്യുന്നതിനേക്കാളും അതിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ഇതാക്കി കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, മാനേജ് ചെയ്യാൻ എളുപ്പമാകുമ്പോൾ അവിടെ ഉറപ്പായിട്ട് അവിടുത്തെ ഭരണത്തിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? കൂടും. അങ്ങനെ ആ ഒരു എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ രണ്ട് പ്രൊവിൻസുകളായിട്ട് ഒറീസയും സിന്ധും ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് ആക്ട് പ്രകാരമാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്. ഇനി ഈ ഒരു ആക്റ്റിൽ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡുകളുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയോ? ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നറിയോ? അതായത് മൈനോറിറ്റീസിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സിനെയും അഡ്മിനിസ്ട്രേറ്റീവ് ഇൻട്രസ്റ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ഇവരുടെ ഈ പൊളിറ്റിക്കൽ റൈറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം വേണം അല്ലേ? അതുപോലെ അവർക്കൊരു റിപ്രസെൻറ്റേഷൻ വേണം, അവരിൽ നിന്ന് റിപ്രസെൻറ്റേഷൻ വേണം, അവർക്ക് ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശം വേണം. അതൊക്കെ അതുപോലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ്സിനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം ജോലിയിൽ കയറാൻ അല്ലെങ്കിൽ ഗവർണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതും അവരുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ മൈനോറിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഈ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്യാണ് കിട്ടുവാണ്. ഓക്കെ, ക്ലിയർ നൗ. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേയിൽ അതിനെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കാനായിട്ട് ഒരു അതോറിറ്റിയെ കൊണ്ടുവരുവാണ്. ഇന്ത്യൻ റെയിൽവേനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു ആക്ട് എന്തെയാണ്, ഒരു അതോറിറ്റിയെ കൊണ്ടുവരുവാണ്. ഏതാണ് ആ അതോറിറ്റി എന്നറിയോ? അതാണ് ഫെഡറൽ റെയിൽവേ അതോറിറ്റി എന്ന് പറയും. എന്താണ്? ഫെഡറൽ റെയിൽവേ അതോറിറ്റി. അപ്പോൾ ഈ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി എന്തിനു വേണ്ടി എസ്റ്റാബ്ലിഷ് ടു സെൻട്രലൈസ് ആൻഡ് മാനേജ് റെയിൽവേ ഓപ്പറേഷൻസ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലുള്ള റെയിൽവേ ഓപ്പറേഷൻസിനെ സെൻട്രലൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ആക്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു അതോറിറ്റിയെ കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ. അതുപോലെ തന്നെ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്തിനു വേണ്ടി കൊണ്ടുവരുന്നതാണ് ഈ ഒരു പോസ്റ്റ് എന്നറിയോ? ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു പോസ്റ്റാണ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ ഇങ്ങനൊരു ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് എന്ത് ചെയ്യാണ്, ഇത് ക്രിയേറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടി? സെൻട്രലിലും അതുപോലെ പ്രൊവിൻസുകളിലെയും ഗവൺമെൻറ് അക്കൗണ്ടിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? ഇങ്ങനെ സെൻട്രലിലെ അല്ലെങ്കിൽ പ്രൊവിൻസുകളിലെ ഗവൺമെൻറ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഗുണം? അത് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അതുപോലെ ആവശ്യമില്ലാതെ പബ്ലിക് ഫണ്ടുകൾ അത് മിസ്യൂസ് ചെയ്യല്ലേ, വെറുതെ ദുരുപയോഗം ചെയ്യും. അങ്ങനൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ഈ ഒരു ഓഡിറ്റ് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ സെൻട്രലിലും പ്രൊവിൻസുകളിലും ഓഡിറ്റ് നടക്കാൻ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഏത് പോസ്റ്റാണ് ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 ക്രിയേറ്റ് ചെയ്യുന്നത്? പോസ്റ്റ് ഓഫ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റ്. അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് ഈ ഒരു ആക്ട് ക്രിയേറ്റ് ചെയ്തു. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും അതുപോലെ ഭരണപരമായിട്ടുള്ള സ്ട്രക്ചറുകളും ഒക്കെ ഇത് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ആക്ടിലൂടെ ക്രിയേറ്റ് ചെയ്തത് പിന്നീട് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടനയ്ക്ക്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്യാണ്, അഡോപ്റ്റ് ചെയ്യേണ്ടായി. അങ്ങനെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ഏതൊക്കെയാണെന്നറിയോ? ഫെഡറൽ സിസ്റ്റം നമ്മൾ അങ്ങനെ അഡോപ്റ്റ് ചെയ്തൊരു സംഭവമാണ്. നമ്മൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 അത് പഠിച്ചല്ലേ, ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരാനായിട്ടുള്ളത്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മൾ RBI, അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. RBI വരാൻ കാരണം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 ആണ്. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻസ് അല്ലേ, നമ്മൾ ഈ ഒരു ആക്ടിലൂടെ അല്ലേ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, അതൊക്കെ വരാൻ കാരണമായത് ഈ ഒരു ആക്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന കേരള PSC ആണെങ്കിലും UPSC ആണെങ്കിലും എല്ലാം ഇങ്ങനെയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 പിന്നെ ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് അല്ലേ, അത് നമ്മളിപ്പം ഇതിൽ പഠിച്ചു. അതും നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, അതും നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് എടുക്കുന്നതാണ്. പിന്നെ പ്രൊവിൻഷ്യൽ ഓട്ടോണമി അല്ലേ, അതും നമ്മളിങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പഠിച്ചതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫെഡറൽ റെയിൽവേ അതോറിറ്റി കൊണ്ടുവന്നു, പിന്നെ ഒരു സെൻട്രലൈസ്ഡ് റെയിൽവേ മാനേജ്മെൻറ്റ് വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ആക്ടിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു ആക്റ്റാണിത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്യാണ്. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റിന് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതിൽ നോക്കാതെ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അഥവാ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ആൻസർ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ആൻസർ കേൾക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം ഏതായിരുന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935. അതിന് ആധാരമായത് എന്തൊക്കെയായിരുന്നു? സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനങ്ങളുടെ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ 3-ാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1933 ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള വൈറ്റ് പേപ്പർ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്ന ആക്ട് ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഇതേ നിയമം തന്നെയാണ്, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് 1935 ശില്പി ആരായിരുന്നു? സാമുവൽ ഹോർ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് 1935 പാസ്സാക്കിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിഡ്ഗോ ആയിരുന്നു. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഫാക്ട്സ്, കേരള PSCക്ക് വേണ്ടി പഠിച്ച ഫാക്ട്സ് ഇത്രയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ പഠിച്ചത്?
ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 പറ്റിയിട്ട് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി, അതായത് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ്. ഇതിൽ കൂടുതലൊന്നും എന്തായാലും കേരള PSCയിൽ ചോദിക്കാൻ പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം തന്നെ നോക്കി വെച്ചിരുന്നാൽ മതി. ഏതാണ് ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി. ഇതിൽ എക്സ്ട്രാ ആയിട്ട് എന്തായാലും കേരള PSCയിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടാകുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ വരാനുള്ള രണ്ടാമത്തെ മൈൽ സ്റ്റോൺ ആണ്. ആദ്യത്തെ മൈൽ സ്റ്റോൺ ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഇതിൽ ഏകദേശം 321 സെക്ഷനുകളും 10 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് വലിയ ലെങ്തി ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിരുന്നു. ദെൻ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ വരാനായിട്ട് റീസൺ ആയത് ഈ ഒരു നിയമമായിരുന്നു. ഓൾ ഇന്ത്യ ഫെഡറേഷൻ വരാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു നിയമമായിരുന്നു. പിന്നെ ഫെഡറലിസ്റ്റ്, കൺകറൻ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ലിസ്റ്റുകൾ കൊണ്ടുവന്നു. അതിനകത്ത് ഏത് ഫെഡറൽ ലിസ്റ്റ് സെൻട്രലിൻ്റെയും പ്രൊവിൻഷ്യൽ ലിസ്റ്റ് പ്രൊവിൻസുകളുടെയും കൺകറൻ ലിസ്റ്റ് 2 പേർക്കും കൂടി ഉള്ളതാണ്. ഇതിൽ 3ലും വരാത്ത കാര്യങ്ങൾ ആരാ നോക്കിക്കൊണ്ടിരുന്നത്? ഗവർണർ ജനറലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു പവർ നമ്മൾ റെസിജ്വറി പവർ എന്നാണ് പറയുന്നത്. ആ പവർ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നോ ഇല്ലയോ? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല, അവർ ഡിക്ലൈൻ ചെയ്തു. ദെൻ ഡയാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്? ദ്വിതല ഭരണം. ദ്വിതല ഭരണം എവിടെ നിന്ന് അബോളിഷ് ചെയ്തു? പ്രൊവിൻഷ്യൽ ലെവലിൽ നിന്ന് അബോളിഷ് ചെയ്തു. എന്നിട്ട് അവർക്ക് എന്ത് കൊടുക്കുവാണ്? പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊടുക്കുവാണ്. അതായത് അവർക്കൊരു സ്വയംഭരണ അധികാരം അവർക്ക് കൊടുക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊടുത്തെങ്കിൽ പോലും എന്താണ്? ഓക്കെ, അങ്ങനെ കൊടുത്തെങ്കിലും അത് റിയലായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സംഭവം ഓർത്തിരിക്കുക. കാരണം റിയലായിട്ട് അവർക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ സ്വയംഭരണ അധികാരം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സ്വയംഭരണം ഇല്ല. കാരണം ഗവർണറിന് ചില വീറ്റോ പവേഴ്സിലെ ഡിസ്ക്രിഷണറി പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ റിയലായിട്ട് നമ്മൾ നോക്കണം, സെൽഫ് ഗവർണൻസ് ലിമിറ്റഡ് ആയിരുന്നു. അപ്പം ഈ പറയുന്ന ഗവർണേഴ്സ് ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ അഡ്വൈസ് തേടണമായിരുന്നു എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്. പക്ഷേ ഒരു ഡിസ്ക്രിഷണറി പവറും ഉണ്ടായിരുന്നു. ഇനി അവർ പ്രൊവിൻഷ്യൽ ലെവലിൽ നിന്ന് ഈ ഡയാർക്കി അബോളിഷ് ചെയ്തു. പക്ഷേ സെൻട്രൽ ലെവൽ എന്താണ്? അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് കാരണമായി. സെൻട്രൽ ലെവലുള്ളതിനെ നമ്മൾ ഫെഡറൽ സബ്ജക്ട്സിനെ റിസർവ് സബ്ജക്ട്സ് എന്നും ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നും വിളിക്കാൻ തുടങ്ങി. റിസർവ് സബ്ജക്ട്സ് ആരുടെ കീഴിലാണ്? ഗവർണർ ജനറലിൻ്റെ കീഴിലും ട്രാൻസ്ഫേർഡ് ഇന്ത്യൻ മിനിസ്റ്റേഴ്സിൻ്റെ കീഴിലും. പക്ഷേ ഈ സെൻട്രൽ ഡയാർക്കി കൊണ്ടുവരണം എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ പോലും അത് എഫക്റ്റിൽ വന്നായിരുന്നോ? അത് എഫക്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 6 പ്രോവിൻസുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പേരാണ് ബോംബെ, മദ്രാസ്, പിന്നെ ഏതാണ്? ബംഗാൾ, ബീഹാർ, ആസാം, UP, യുണൈറ്റഡ് പ്രോവിൻസസ്. ഇത്രയിടത്താണ് അത് കൊണ്ടുവരുന്നത്. ഇവിടെ ഈ പറയുന്ന പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ അപ്പർ ഹൗസും ഉണ്ടായിരുന്നു, ലോവർ ഹൗസും ഉണ്ടായിരുന്നു. അപ്പർ ഹൗസിലുള്ളതിനെ നമ്മൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും ലോവർ ഹൗസിലുള്ളതിനെ നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുമാണ് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്താണ്? ഈ ലെജിസ്ലേറ്റീവ് ഡിസിഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഓവർ റൂൾ ചെയ്യാനും അവരുടെ വീറ്റോ പവറിലൂടെ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങൾ ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അതുപോലെ ഡിപ്രസ്ഡ് ക്ലാസ്സുകൾക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് പോലുള്ള ഡിപ്രസ്ഡ് ക്ലാസ്സുകൾക്ക് ആദ്യമായിട്ട് ലെജിസ്ലേച്ചറിൽ റിപ്രസെൻറ്റേഷൻ കിട്ടുന്നതും ഈ ഒരു നിയമത്തിൽ കൂടിയാണ്. ഈ ഡിപ്രസ്ഡ് ക്ലാസ്സുകളിലെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് മാത്രമായിരുന്നു ഒരു റിപ്രസെൻറ്റേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്? അല്ല, വിമൻ, ലേബറേഴ്സ്, ആംഗ്ലോ ഇന്ത്യൻ, പിന്നെ ഇന്ത്യൻ ക്രിസ്ത്യൻസിനും മറ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും കൂടെ എന്ത് ചെയ്യാണ്? ആ ഒരു സ്പെഷ്യൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം അവരെന്ത് ചെയ്യാണ്? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. 1858 സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ ഈ ഒരു ആക്ട് അബോളിഷ് ചെയ്യുന്നു. 1858 വന്ന ആ ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യനെ ഈ ഒരു ആക്ട് അബോളിഷ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് ലിമിറ്റഡ് ഫംഗ്ഷൻസോട് കൂടിയിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇലക്ട്രൽ ഫ്രാഞ്ചൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വോട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ട് വന്നതോടെ ഏകദേശം 14% ഇന്ത്യൻ പോപ്പുലേഷന് വോട്ട് ചെയ്യാനുള്ള ഒരു അധികാരം കിട്ടുകയാണ്. അങ്ങനെ വോട്ട് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുന്ന എന്താണ്? പ്രോപ്പർട്ടി, ടാക്സേഷൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ദെൻ ഇന്നത്തെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്ന 1935 എന്തിനു വേണ്ടിയിട്ട്? കറൻസിയും ക്രെഡിറ്റും റെഗുലേറ്റ് ചെയ്യാൻ. അതും വരുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. ഇന്ന് നമ്മൾ കാണുന്ന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ഒരു പഴയ ഫോമാണ് അല്ലേ ഈ പറയുന്ന ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഈ ഒരു കമ്മീഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും കാരണമായിട്ടുള്ളത് ഈ ഒരു നിയമം തന്നെയാണ്. ഇങ്ങനെ കമ്മീഷൻസ് വന്നതോടുകൂടി ഒരു മെറിറ്റ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നമുക്ക് സിവിൽ സർവീസിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ ബർമ്മ അല്ലെങ്കിൽ മ്യാൻമറിന് എന്തിയാണ്? ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻഡിപെൻഡൻസ് തന്നെ കിട്ടുകയാണ്. പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് അസോസിയേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഡിപെൻഡൻസ് ബർമ്മയ്ക്ക് കിട്ടുകയാണ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് 2 പുതിയ പ്രോവിൻസുകളൂടെ കൊണ്ടുവന്നു. ഏതൊക്കെയായിരുന്നു അത്? ഒറീസയും സിന്ധും. അങ്ങനെ അതെങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നത്? കാരണം ചെറിയ ചെറിയ യൂണിറ്റുകളാകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അവിടെ ഒരു എഫിഷ്യൻസി ഉറപ്പായി ഉണ്ടാവും. ദെൻ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കൊണ്ടുവന്നു, സേഫ് ഗാർഡുകൾ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്?
ഇൻട്രസ്റ്റ് മൈനോറിറ്റീസിൻ്റെ പൊളിറ്റിക്കൽ റൈറ്റ്സിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. ദെൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റിയെ എന്ത് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. കാരണം എന്തിനു വേണ്ടി അങ്ങനെ കൊണ്ടുവന്നത്, റെയിൽവേ ഓപ്പറേഷൻസ്, ഇന്ത്യയിൽ മൊത്തത്തിലുള്ള റെയിൽവേ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പോസ്റ്റ് വരുന്നതും ഈ ഒരു ആക്ട് പ്രകാരമാണ്. സെൻട്രലിലെയും പ്രൊവിൻസുകളെയും അക്കൗണ്ടുകളെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണത് കൊണ്ടുവന്നത്. പിന്നെ ഈ ഒരു ആക്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കൊണ്ടുവന്നു. അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ്, നമ്മൾ പിന്നീട് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സും ഈ ഒരു ആക്റ്റാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നതാണ് ഫെഡറലിസം, RBI, PSC, ഓഡിറ്റർ ജനറൽ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി, ഇതിനകത്ത് ഈ ഒരു ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 എന്ന് കേൾക്കുമ്പോൾ തന്നെ മെയിനായിട്ട് വേറെ എന്ത് മറന്നാലും നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇങ്ങനെ ഓർത്തിരിക്കുക, RPF എന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് RBI കൊണ്ടുവന്നത് ഈ ഒരു ആക്റ്റാണ്. PSCs അല്ലേ, പബ്ലിക് സർവീസ് കമ്മീഷനുകളെ ഫെഡറൽ PSCയും പ്രൊവിൻഷ്യൽ PSCയും ജോയിൻറ്റ് PSCയും കൊണ്ടുവന്ന ഈ ഒരു ആക്റ്റാണ്. പിന്നെ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഈ ഒരു ആക്ട് കൊണ്ടുവന്നു. ഫെഡറൽ കോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം കൂടി. അപ്പോൾ RPF ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു ആക്റ്റുമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സാധനമാണ് ഓർത്തിരിക്കണം, ബാഡ് ഫേസ് എന്നും കൂടെ ഓർക്കുക. എന്താണ് ബാഡ് ഫേസ്? അത്ര നല്ല ഫേസ് ഒന്നും അല്ല എന്ന് ഓർത്താൽ മതി. അതായത് ബാഡ് എന്ന് പറയുമ്പോൾ ബൈക്യാമറലിസം കൊണ്ടുവന്നു. പിന്നെ ഓൾ ഇന്ത്യ ഫെഡറേഷൻ, അതായത് പ്രൊവിൻസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് യൂണിറ്റ്സ് എന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ലിസ്റ്റുകൾ തന്നെയാണ്, ഫെഡറലും പ്രൊവിൻഷ്യലും കൺകറൻറ്റും. പിന്നെ റെസിഡറി പവേഴ്സ് ആർക്കായിരുന്നു, ഗവർണർ ജനറലിനായിരുന്നു. പിന്നെ D എന്ന് പറയുമ്പോൾ എന്താണ്, ഡയാർക്കി, സെൻട്രലിലെ ഡയാർക്കി കൊണ്ടുവരികയും ചെയ്തു, പ്രൊവിൻസുകളിലെ ഡയാർക്കി അബോളിഷ് ചെയ്യുകയും ചെയ്തു. അതാണ് ബാഡ്. ബൈക്യാമറലിസം ഉണ്ട്. പിന്നെന്താണ്, ഓൾ ഇന്ത്യ ഫെഡറേഷൻ, ഡയാർക്കി, പ്രൊവിൻസുകളിൽ അബോളിഷ് ചെയ്തു, സെൻട്രലിൽ കൊണ്ടുവന്നു. ഫേസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, HEF എന്ന് പറയുമ്പോൾ ഫ്രാഞ്ചൈസ് ആണ്. ഏകദേശം 14% ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടുകയാണ്. A എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് ഇന്ത്യനെ അബോളിഷ് ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കൊണ്ടുവന്ന കൗൺസിൽ ഓഫ് ഇന്ത്യനെ അബോളിഷ് ചെയ്തു. എന്നിട്ട് സെക്രട്ടറി ഓഫ് ഇന്ത്യക്ക് ഒരു ടീം ഓഫ് അഡ്വൈസേഴ്സിനെ കൊടുത്തു. C എന്ന് പറയുമ്പോൾ എന്താണ്, കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് ഓർത്താൽ മതി. കമ്മ്യൂണൽ ഇലക്ട്രേറ്റിനെ WLS എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് ഓർക്കുക. അതായത് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് വിമണ്, L എന്ന് പറയുമ്പോൾ ലേബർ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ E എന്ന് പറയുമ്പോൾ എന്താണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് RPF എന്ന് ഓർക്കുക. അതായത് RBIയും PSCസും ഫെഡറൽ കോർട്ടും. ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ RBF എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആക്റ്റിൽ മെയിനായിട്ട് എന്ത് മറന്നാലും എന്തോർക്കുക, ബാഡ് ഫേസ് എന്ന് പറയുന്ന ഒരു സാധനം മൈൻഡിലുണ്ടാവുക. ബാഡ് ഫേസ് എന്ന് പറയുന്ന ഒരു സാധനം മൈൻഡിലുണ്ടാവുക. ഈ ബാഡ് ഫേസിനെ ഒരു നിമോണിക്സ് പറഞ്ഞു തന്നെ കേട്ടോ. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ മറന്നു പോകാതിരിക്കേണ്ട കാര്യങ്ങൾ, മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഓർക്കാൻ. B എന്ന് പറയുന്നത് എന്തായിരുന്നു, ബൈക്യാമറലിസം. അതായത് 11 പ്രൊവിൻസുകൾക്കും ബൈക്യാമറലിസം കൊണ്ടുവന്നു. ഏതൊക്കെയായിരുന്നു, ബോംബെ, കൽക്കട്ട, മദ്രാസ്, പിന്നെ ബീഹാർ, യുണൈറ്റഡ് പ്രൊവിൻസ്, ആസാം. A എന്ന് പറയുന്നത് എന്താണ്, ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവന്നു. അതിൽ 3 ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഏതാണ്, ഫെഡറൽ ലിസ്റ്റും പ്രൊവിൻഷ്യൽ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും. റെസിഡറി പവേഴ്സ് ആർക്കാണ് കൊടുത്തിരുന്നത്, ഗവർണർ ജനറലിന് കൊടുത്തു. D എന്താണ്, ഡയാർക്കിയാണ്. സെൻട്രലിലെ ഡയാർക്കി കൊണ്ടുവരാനും പ്രൊവിൻസുകളിലെ ഡയാർക്കി അബോളിഷ് ചെയ്യാനും കാരണമായിട്ടുള്ള ഈ ഒരു നിയമമായിരുന്നു. F എന്ന് പറയുന്നത് എന്താണ്, ഫ്രാഞ്ചൈസ്, അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. 14% ഇന്ത്യൻസ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, വോട്ടിംഗ് റൈറ്റ്സ് കിട്ടി. A എന്താണ്, കൗൺസിൽ ഓഫ് ഇന്ത്യനെ അബോളിഷ് ചെയ്തു. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ വന്ന കൗൺസിൽ ഓഫ് ഇന്ത്യനെ അബോളിഷ് ചെയ്തു. എന്നിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് ഒരു ടീം ഓഫ് അഡ്വൈസേഴ്സിനെ കൊടുക്കുകയാണ് ചെയ്തത്. C എന്ന് പറയുമ്പോൾ എന്താണ്, കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന സാധനം ഡിപ്രസ്ഡ് ക്ലാസ്സുകളിലെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ലേബറിനും വിമണിനും എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. E എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് ഓർക്കണം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് RPF. R എന്ന് പറയുമ്പോൾ എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ P എന്ന് പറയുമ്പോൾ എന്താണ്, PSC ഏതൊക്കെയാണ്, ജോയിൻറ്റ് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പിന്നെ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പിന്നെ ഏതാണ്, ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. F എന്ന് പറയുമ്പോൾ ഫെഡറൽ കോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരുന്നതിന് മുമ്പ് 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് കേരള PSCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ A ഞാൻ പറയുന്നത് എന്താണ്, ദ ആക്ട് വാസ് പാസ്ഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ലോർഡ് ലിൻലിത്ഗോ. ലോർഡ് ലിൻലിത്ഗോയുടെ സമയത്താണ് ഈ ആക്ട് പാസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ
സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ആക്ട് ഇൻട്രൊഡ്യൂസ് ഡയാർക്കി ഇൻ ദ പ്രോവിൻസ്. പ്രോവിൻസിൽ ഡയാർക്കി എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ആക്ട് പ്രൊവൈഡഡ് സെപ്പറേറ്റ് ഓട്ടോണമി ടു ദ പ്രോവിൻസസ്. പ്രോവിൻസുകൾക്ക് ഒരു സെപ്പറേറ്റ് ഓട്ടോണമി കൊടുത്തു, സ്വയംഭരണ അധികാരം കൊടുത്തു. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ദ ആക്ട് വാസ് റിപ്പീൽഡ് ഇൻ 1936. 1936 ഇതെന്താണ്, ഈ ആക്ടിനെ റിപ്പീൽ ചെയ്തു എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസിലും സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് നോക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരു ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു കോട്ടിലോട് കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു 1935 ആക്ടിനെ പറ്റിയിട്ട്. ജവഹർലാൽ നെഹ്റു ഇങ്ങനെയാണ് പറഞ്ഞത്, ശക്തമായിട്ടുള്ള ബ്രേക്ക് ഉള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്നാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആര് വിശേഷിപ്പിച്ചത്, ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞു, ശക്തമായ ബ്രേക്ക് ഉള്ളതും എൻജിൻ ഇല്ലാത്തതുമായിട്ടുള്ള യന്ത്രമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് ആണ് ആര് പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. സോ ഇത്രയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 പറ്റി പഠിപ്പിക്കാനുള്ളത്, പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ബിലീവ് മീ, ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ കേരള PSCയിൽ ചോദിക്കില്ല ഈ ഒരു ആക്ടിനെ പറ്റിയിട്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിക്കുക. കേരള PSCയിൽ ഇതിനകത്ത് നിന്നുള്ള ഫാക്ട്സ് ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്, ആ ഫാക്ട്സും കൂടെ ശ്രദ്ധിച്ച് പഠിക്കാം. ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തിട്ടുള്ളതൊന്നും കൂടി നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ആക്ട്, Government of India Act of 1935. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. And thanks for watching. For more related contents, do like, share and subscribe.